എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ വീഡിയോകൾക്ക് താഴെയാണെങ്കിലും വാട്സപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ബ്രോ, ഫ്രഷേഴ്സിന് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ജോലികൾ ഏതൊക്കെയാണ്, അതിനെ പറ്റി ഒന്ന് പറയാമോ എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു ടോപ്പിക് തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. എന്നാൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് കുറഞ്ഞവർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ജോലി ഒഴിവുകൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മുടെ ടോപ്പിക്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനും ജോലി ഒഴിവുകൾ അറിയുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവേണ്ട. ഗൾഫ് രാജ്യങ്ങളിൽ എക്സ്പീരിയൻസ് കുറഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഒരു അവസരം അക്കൗണ്ടന്റ് പോസ്റ്റ് ആണ്. ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് പോസ്റ്റ് ആണ് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ എക്സ്പീരിയൻസിൽ ഏറ്റവും മികച്ച സാലറി ലഭിക്കുന്ന ഒരു അവസരം. ഈ ഒരു മേഖലയിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ബികോം അല്ലെങ്കിൽ എംകോം എല്ലാം ക്വാളിഫിക്കേഷൻ ഉള്ള, അതേപോലെ ഈ ഗൾഫ് വാറ്റിനെ കുറിച്ചെല്ലാം അറിയുന്ന, അവിടുത്തെ അക്കൗണ്ട്സുമായി പരിജ്ഞാനമുള്ള ആളുകൾക്കാണ് ഇവിടെ അത്യാവശ്യം സാലറി ലഭിക്കുക. എക്സ്പീരിയൻസ് വളരെ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മാസം ഇന്ത്യൻ മണി 60,000 ഇന്ത്യൻ രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു വേക്കൻസിയാണ് അക്കൗണ്ടന്റ് പോസ്റ്റ്. എന്നാൽ ഒരു കാര്യം എടുത്ത് പറയട്ടെ, അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ മറന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് നിങ്ങൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ, അക്കോമഡേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാലറി ലഭിക്കണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഫ്രീലാൻസ് വിസയിലേക്ക് അവിടെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂം, ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങളാണ് വഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ജൂനിയർ അക്കൗണ്ട് പോസ്റ്റിലേക്ക് 60,000 ഇന്ത്യൻ രൂപ മുതൽ 1,00,000 രൂപ വരെ ലഭിക്കുന്നതാണ്. ചെറിയ എക്സ്പെൻസിൽ വലിയ സാലറി കിട്ടുന്ന അടുത്ത വേക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് റോൾസ് പോസ്റ്റിലേക്കാണ്. അതായത് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, ജൂനിയർ ഗ്രാഫിക് ഡിസൈനർ, കണ്ടന്റ് റൈറ്റർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ചെറിയൊരു എക്സ്പീരിയൻസിൽ മികച്ച സാലറി നിങ്ങൾക്ക് ലഭിക്കുന്ന അടുത്ത അവസരം. ഇവിടെ നിങ്ങൾക്ക് സാലറി വരുന്നത് ഏകദേശം 80,000 ഇന്ത്യൻ രൂപ മുതൽ 1,20,000 ഇന്ത്യൻ രൂപ വരെയായിരിക്കും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് SEOയിൽ സ്കിൽ ഉണ്ടായിരിക്കണം, കണ്ടന്റ് ക്രിയേഷനിൽ സ്കിൽ ഉണ്ടായിരിക്കണം, അതേപോലെ അഡോബ് ക്രിയേറ്റീവ് സ്യൂട്ടിൽ സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നിവയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വേക്കൻസിയാണ് ഈ ഒരു വീഡിയോയിൽ 2ാം സ്ഥാനത്തുള്ളത്. കുറഞ്ഞ എക്സ്പീരിയൻസിൽ വലിയ സാലറി ലഭിക്കുന്ന അടുത്ത അവസരം എഡ്യൂക്കേഷൻ ഫീൽഡിലേക്കാണ്, അതായത് ടീച്ചർ പോസ്റ്റിലേക്ക്. നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും ടീച്ചർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ മണി 1,00,000 രൂപ മുതൽ 1,40,000 വരെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ 1,50,000 വരെ 1,50,000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ ഫീൽഡ്. വളരെ ചെറിയൊരു എക്സ്പെൻസിൽ നല്ലൊരു സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ്. ബാച്ചിലർ ഡിഗ്രിയാണ് ഇവിടെ ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ടോപ്പിക്കിൽ അടുത്ത സ്ഥാനത്തുള്ളത് റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പീരിയൻസിൽ വലിയ രീതിയിൽ സാലറി ലഭിക്കുന്ന അടുത്ത വേക്കൻസി. ഒരുപക്ഷെ നിങ്ങൾ അറിയുന്ന യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ടിക്ടോക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരൊക്കെ ഒരുപാട് പേര്, ഇൻഫ്ലുവൻസർമാരിൽ ഒരുപാട് പേര് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്ത് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന വ്യക്തികളാണ്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ദുബായിലുള്ള ഇൻഫ്ലുവൻസർമാർ. ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഈ ഒരു മേഖലയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല, പ്രത്യേകിച്ച് ദുബായ് അല്ലെങ്കിൽ UAE രാജ്യത്ത്. ഇവിടെ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ഒരു മാസം മിനിമം 1,00,000 രൂപയാണ് ഏൺ ചെയ്യാൻ കഴിയുക. ഏത് ഗൾഫ് രാജ്യത്താണെങ്കിലും മിനിമം 1,00,000 രൂപ മുതൽ 2,00,000 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. ഇത് ഞാൻ എക്സ്പീരിയൻസ് കുറഞ്ഞവർക്കുള്ള കാര്യമാണ് പറയുന്നത്, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്. എക്സ്പീരിയൻസ് വളരെ കുറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിങ്ങൾക്ക് മിനിമം 1,00,000 രൂപ മുതൽ 2,00,000 രൂപ വരെ മാസം ഏൺ ചെയ്യാൻ കഴിയും. ഇവിടെ സക്സസ് സാധ്യത കൂടാൻ നിങ്ങൾക്ക് ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ UAEയിലൊക്കെ ആണെങ്കിൽ RERA സർട്ടിഫിക്കേഷൻ ഉണ്ട്, RERA സർട്ടിഫിക്കേഷൻ. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വളരെയധികം പ്ലസ് പോയിന്റ് ആയിരിക്കും. ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും ആ ഒരു സർട്ടിഫിക്കറ്റ്. മറ്റു രാജ്യങ്ങളിലെ കുറിച്ച് എനിക്ക് അറിയില്ല. എന്നാൽ ഈ ഒരു മേഖല വളരെയധികം പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന അവസാനത്തെ അവസരമാണ് ചെറിയൊരു എക്സ്പെൻസിൽ വലിയ സാലറി ലഭിക്കുന്ന അവസരം. ഈ ഒരു വീഡിയോക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവസാനത്തെ വേക്കൻസി അല്ലെങ്കിൽ അവസാനത്തെ അവസരം, ചെറിയൊരു എക്സ്പീരിയൻസിൽ വലിയ സാലറി ലഭിക്കുന്ന അവസാനത്തെ അവസരം എഞ്ചിനീയറിംഗ് മേഖലയാണ്. ഇവിടെ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയർ ട്രെയിനീസിനെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാലറി ആയിട്ട് ലഭിക്കുന്നത്, സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കുക 1,20,000 ഇന്ത്യൻ രൂപ മുതൽ 2,20,000 ഇന്ത്യൻ രൂപ വരെയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുക എഞ്ചിനീയർമാർക്ക്.
ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ വളരെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും 1,20,000 ഇന്ത്യൻ രൂപ മുതൽ 2,20,000 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെയാണ് ഇവിടെ ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത്. കൂടാതെ ഓട്ടോകാഡ് പോലെയുള്ളവയിൽ നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടായിരിക്കണം, സോഫ്റ്റ്വെയർ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ രണ്ടാം ഭാഗം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും.